വെൽക്കം ബാക്ക് ടു DIY എവറിത്തിങ് ഹോം മെയ്ഡ്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഒരെണ്ണം കൂടി സിമിലർ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗ്ലൂ ഗൺ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റിബൺ ആണ്. അപ്പോൾ റിബൺ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടാവും, ഏകദേശം അത്രയും വലിപ്പമുള്ളതെങ്കിലും എടുക്കണം. പിന്നെ ഞാനൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നോർമൽ ക്ലിപ്പ് എടുത്തതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ LiQWYD ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നീഡിൽ വേണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിബണിനെ കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിന് ഇന്ന പെർഫെക്റ്റ് റേഷ്യോയിൽ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ഭംഗി കൂടും. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു 120 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ഈ എൻഡ്സ് രണ്ടും നമുക്കൊന്ന് ഈവൻ ആക്കി കൊടുക്കാം, കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തൊന്ന് കറക്റ്റ് ആക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം സാറ്റിൻ റിബൺ ആയതുകൊണ്ട് പിന്നി പോകാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഞാനിതൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പൊള്ളിയായിരുന്നു, അതുകൊണ്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ സൂചി നൂലും കോർത്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ സാറ്റിൻ റിബണിനെ ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്, അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ആ സെയിം സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഐ ബട്ടണിൽ അത് വരും, പോയി കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓപ്പൺ അല്ലാതിരുന്ന ഭാഗത്താണ് തുന്നിയത്. ഈ തവണ നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ആയി ഇരിക്കുന്ന വശം ജസ്റ്റ് നമ്മളിങ്ങനെ കീറിപ്പോയ സാധനങ്ങൾ തുന്നി പിടിപ്പിക്കില്ലേ, അതേപോലെ തുന്നാം. പക്ഷേ പെർഫെക്ഷൻ ഒന്നും വേണ്ട, അതൊന്ന് ജസ്റ്റ് ക്ലോസ് ആയാൽ മാത്രം മതി. എന്നാൽ ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ലൂസായി അതിൻ്റെ ഇടയിലൂടെ ഒന്ന് കോർത്ത് പോവാം. അപ്പോൾ നമ്മളത് അങ്ങേയറ്റം, അതായത് നമ്മൾ 120 സെൻറ്റിമീറ്റർ എടുത്തതിൻ്റെ അങ്ങേയറ്റം വരെ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ എടുത്ത നൂല് ഫുള്ളായിട്ട് ഞാൻ കോർത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാൻ ഫുൾ കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കറക്റ്റായിട്ട് ഫുള്ളി വലിച്ചു കൊടുക്കാം. ഞാൻ തുന്നാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി കുറച്ച് വലിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിത് അങ്ങേ അറ്റം വരെ ഇതുപോലെ വലിച്ച് അങ്ങേ അറ്റത്തേക്ക് ഇതാക്കി കൊടുക്കാം. ഞങ്ങൾ സ്ക്രഞ്ചീസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഞങ്ങൾ ഇത്രയും ലെങ്ത്തിലല്ല സ്ക്രഞ്ചീസിന് യൂസ് ചെയ്യുക, കുറച്ചെടുക്കത്തുള്ളൂ. ഇത് നമ്മൾ സ്ലൈഡ് ഉണ്ടാക്കാനായതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തിൽ സാറ്റിൻ റിബൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കി 120 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ്, ലെങ്ത്തിൽ എടുത്തിട്ടാണ് ഒരു ചെറുതായിട്ട് കിട്ടിയേക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിനെ ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ ഒന്ന് ചുരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ സർക്കിൾ ഷേപ്പ് ആക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ആ ഒരു നിർത്തിയ സ്ഥലത്ത് ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് അതിനൊന്ന് കടുങ്കെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് സൂചി നൂലും യൂസ് ചെയ്തിട്ട് അതിനൊന്ന് നോട്ടിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഒരു സ്ക്രഞ്ചി പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ എലാസ്റ്റിക് അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഹോളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചത് ഒരു സ്റ്റോണാണ്. പക്ഷേ എനിക്ക് ആ സ്റ്റോൺ വെച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും എല്ലാത്തിലും, നമ്മൾ ഈ ഫ്ലവർ ബൊക്കയിലൊക്കെ വെക്കുന്നതാണ്, ഹെയറിലൊക്കെ പിടിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യും, വെഡ്ഡിങ്ങിനൊക്കെ. ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 3 എണ്ണം എടുത്തിട്ട് ബണ്ടിൽ ചെയ്ത് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ആ ഒരു നടുക്ക സെൻറ്റർ പോർഷനിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയേ,
നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഗോൾഡൻ ബ്ലൂ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് അലിഗേറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്ലേറ്റിലേക്ക് അതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിനും ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്സിൽ മാത്രമല്ല വേറെ സ്ലേറ്റ്സിലും ഇതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് വേണമെങ്കിൽ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ വൺ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്സിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്താൽ മാത്രം പോരാ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.